മരണത്തെ അക്സെപ്റ്റ് ചെയ്യാത്ത സോളുകളാണ് ഇവിടെ തങ്ങി നിൽക്കുന്നത്. ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ഈ സോള് തിരിച്ചു കയറാൻ നോക്കും. കാരണം മരണത്തെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇനിയും ജീവിക്കണം. അവർക്ക് കോവിഡ് വന്ന് മരണത്തോടടുത്ത് അവർ പറഞ്ഞു, മരണം ഞാൻ കണ്ട് തിരിച്ചു വന്നാൽ സാറേ. ഒരു വ്യക്തിയിൽ 2 സോള്, അങ്ങനത്തെ ഒരു കേസ് എനിക്ക് വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന്, ചേർത്തലയിൽ നിന്ന് വന്നൊരു വ്യക്തിയിൽ. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരാളെ കാണുന്നുണ്ടല്ലോ, ബൈക്കൊക്കെ ഇട്ട് ഊണി നടക്കുന്ന ഒരുത്തനാണല്ലോ. ശരിയാണ്, ബൈക്ക് ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ഇവൻ്റെ കൂടെ നിൽക്കുകയാണ് ആ വ്യക്തി. ഈ വ്യക്തി ഇവനിൽ അറ്റാച്ച് ആയ സാധനം ഇവൻ MDMA അടിക്കാൻ തുടങ്ങി. ഒരു വ്യക്തിയിൽ 2 സോള്, അങ്ങനത്തെ ഒരു കേസ് എനിക്ക് വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന്, ചേർത്തലയിൽ നിന്ന് വന്നൊരു വ്യക്തിയിൽ 2 സോളുണ്ടായിരുന്നു. 2 ടൈമായിട്ടാണ് ഞാനത് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാലും എല്ലാവർക്കും ഉള്ളൊരു പ്രധാന, ഇനി ഇത് കുറെ ആൾക്കാർ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ശരീരത്തിൽ തന്നെ 3 സോൾ, എന്നുവെച്ചാൽ അവരുടെ സോൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ അല്ലാതെ 2 സോൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിൽ ഒരു സോളിന് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന് സമർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് 2019 ഇങ്ങനെ സംഭവബഹുലമായിട്ടുള്ള കുറേ കേസുകൾ വന്ന് 2019 ഈ 2025 2 സോളുകൾ വരാം ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനത്തെ 1-2 കേസ് കിട്ടിയിട്ടുണ്ട്. പോസിബിളാണ്. അതെങ്ങനെ പോസിബിൾ ആവുമെന്നാണ്. അല്ല, അത് എങ്ങനെ പോസിബിൾ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, സോളിൻ്റെ തീരുമാനം, അത് നമ്മുടെ തീരുമാനമല്ല. ഇപ്പോൾ നമ്മൾ ആ വ്യക്തിയായിട്ട്, ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് ഞാൻ പറയാം. മാവേലിക്കരയിൽ നിന്ന് വന്നൊരു 32 വയസ്സുകാരൻ. അവൻ വന്നു, അവന് ഏതു നേരവും കഞ്ചാവ് അടിക്കണം അങ്ങനെയൊക്കെയുള്ള വിചാരമാണ്. അപ്പോൾ അവൻ്റെ ജ്യേഷ്ഠത്തെയും ഇവൻ്റെ ജ്യേഷ്ഠനും കൂടിയാണ് ഇവനെ കൊണ്ടുവരുന്നത്, ഇവൻ നന്നാവാൻ വേണ്ടി. ഒരു 6 അടി പൊക്കമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അവൻ. അത്യാവശ്യം ഗുണ്ടായി സൂക്കായിട്ട് നടക്കുകയാണ്. നന്നാവണമെന്നൊരു ആഗ്രഹമുണ്ട്, വെള്ളമടി നിർത്തണം, എല്ലാം നിർത്തണം. ഇവനെ ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാണുന്നത് 24 വയസ്സുള്ളൊരു പയ്യനെ. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരാളെ കാണുന്നുണ്ടല്ലോ, ബൈക്കൊക്കെ ഇട്ട് ഊണി നടക്കുന്ന ഒരുത്തനാണല്ലോ. ശരിയാണ്, ബൈക്ക് ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ഇവൻ്റെ കൂടെ നിൽക്കുകയാണ് ആ വ്യക്തി. അപ്പം എന്തുകൊണ്ടാണ്? അപ്പോൾ അത് നമ്മൾക്കൊരു കാരണം പറയാൻ പറ്റില്ല. ഇപ്പോൾ അവൻ പറയുന്നതെന്ന് വെച്ചാൽ, ആ വ്യക്തി MDMA ഒക്കെ അടിച്ചിരുന്ന ഒരാളാണ്, ഇവൻ കഞ്ചാവ് മാത്രമേ കഴിക്കുകയുള്ളൂ. പക്ഷേ ഈ വ്യക്തി ഇവനിൽ അറ്റാച്ച് ആയ സാധനം ഇവൻ MDMA അടിക്കാൻ തുടങ്ങി. അതായത് ഒരു വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 25 വയസ്സുള്ള 24-25 വയസ്സോ ഉള്ളൊരു പയ്യനാണ് ആ മരിച്ചത്, ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചത്. അവന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അവനൊരു ലൈനുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇവനോട് പലരും പറയുമായിരുന്നു ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കരുതെന്ന്. അവസാനം ആ വണ്ടി ഓടിക്കൽ തന്നെ അവൻ്റെ മരണത്തിന് കാരണമായി. പക്ഷെ അവൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല മരണത്തെ. ആ സോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മരണത്തെ അക്സെപ്റ്റ് ചെയ്യാത്ത സോളുകളാണ് ഇവിടെ തങ്ങി നിൽക്കുന്നത്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെ മരിച്ചുപോയ സോളുകളെല്ലാം വരുവാണെങ്കിൽ എല്ലാവരും ഭൂതഗ്രസ്തരാവുമല്ലോ. ഞാൻ അങ്ങനെ ഒരു സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തില് ഒരു പെൺകുട്ടി, എനിക്ക് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അവര് ഈ ഹെഡ്ഫോണിനകത്തില് റേഡിയോ കേട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇത്ര മണിക്കൂറിനുള്ളിൽ ഇവിടെ മഴ പെയ്യും, ഇതൊക്കെ കേട്ടുകൊണ്ട് നടക്കുമ്പോൾ അവരൊരു കാറിന് കൈ കാണിക്കുന്നു, എന്നിട്ട് കയറുന്നു. എന്നിട്ട് ഈ സോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും, ഇന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടെ ഭൂകമ്പം ഉണ്ടാകും, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ അവർ കാറിൽ നിന്ന് ഇറങ്ങും, എനിക്കിവിടെ നിർത്തണം, സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് നിർത്തി അവർ ഹൈവേയിൽ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും അവർ കേൾക്കുന്നത് ഒരു റെഡ് സ്യൂട്ടിട്ട ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ സോള് റിയലൈസ് ചെയ്യുന്നത്, അത് പറഞ്ഞു വരുമ്പോൾ ഒരു ഡ്രാമയാണ്, അവർ റിയലൈസ് ചെയ്യുന്നത് അവര് മരിച്ചിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ആഗ്രഹങ്ങളൊക്കെ വെച്ച് നടക്കുന്ന ഒരു 24 വയസ്സുകാരൻ പെട്ടെന്നൊരു ടൈലർ ലോറി വന്നിടിക്കുന്നു, ചതഞ്ഞരിഞ്ഞ് മരിച്ചു പോകുന്നു. നിമിഷ നേരം കൊണ്ട് ആള് അവിടെ തന്നെ തീർന്നു. ആലോചിച്ച് നോക്കുക, ഈ സോള് മരിച്ചു കഴിഞ്ഞു എന്നുള്ളത് എന്താ സംഭവിച്ചു നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ തട്ടി വീണ് കഴിഞ്ഞ് കുറച്ച് നിമിഷത്തേക്ക് നമ്മൾക്കൊരു ബോധം ഉണ്ടാവും എന്താ സംഭവിച്ചതെന്ന്. ഒരു വണ്ടിയിൽ നിന്ന് വീണാലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, ഒരു ഷോക്കായിരിക്കും മനസ്സിന്, തലച്ചോറൊന്നും ഉലയും ഭയങ്കരമായിട്ട്. അപ്പം നല്ലൊരു വീഴ്ച വീണാൽ ഉറപ്പാണ് അതൊരു ഷോക്കായിരിക്കും. ഇവർ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ഈ സോള് തിരിച്ചു കയറാൻ നോക്കും. കാരണം മരണത്തെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇനിയും ജീവിക്കണം എന്ന് നിൽക്കുന്ന സോളുകളാണ് നിൽക്കുന്നത്. അതെ ചാൻസ് ഉണ്ട് അങ്ങനെ. പക്ഷേ വളരെ റെയർ ആയിട്ട് അത് സംഭവിക്കാറുള്ളൂ കേട്ടോ. എല്ലാവരും അങ്ങനെ വരാറില്ല. എല്ലാ സോളുകളും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സോളല്ല. ഇപ്പം എൻ്റെ മദർ മരിച്ചു, അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു സോളല്ല. കാരണം മരണത്തിന് തയ്യാറായിരുന്നു, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. 2.5 മാസം കിടന്നു, ആൾ മരിച്ചു. അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡെത്താണ്. കാരണം അവർ മരണത്തെ പുൽകാൻ വേണ്ടി കിടക്കുന്നവരാണ്. അതേസമയം ഒരുപാട് ആഗ്രഹമൊക്കെ വെച്ച് ഒരു കൗമാരപ്രായക്കാരനോ അല്ലെങ്കിൽ ഒരു യുവാവോ ഒക്കെ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. എന്ന് വെച്ചിട്ട് എല്ലാ അങ്ങനെയുള്ള ആൾക്കാരും അങ്ങനെ ആവണമെന്നില്ല. ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ രോഗശൈലിയിൽ കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവും, അധികം സർവൈവ് ചെയ്യും. അതെ അവർ തന്നെ പറയും, പലവട്ടം പറയും. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയോ, മരണത്തോട് അടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ണിങ്ങനെ എങ്ങും ഇല്ലാത്ത പോലെ നോക്കുന്നതാണ്.
അപ്പോൾ എൻ്റെ കസിൻസൊക്കെ വന്നപ്പോൾ പറഞ്ഞു അത് മരിച്ചവരെ കാണുന്നതാണ്. ഞാൻ സംശയിച്ചു, ആണോ അതിനോടടുത്തായിരുന്നു മരണം. എൻ്റെ വീട്ടിൽ തന്ന നടന്ന മരണത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അതിനോടടുത്തായിരുന്നു ഈ പറയുന്ന മരണം നടക്കുന്നത്. നമ്മൾ ചെന്ന് നിന്നാലും നമ്മളെ ഒന്നും കാണാതെ വേറെ തലത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്തോ കാണുന്ന പോലെ കിടക്കുകയാണ്. മരണത്തോട് എടുക്കുമ്പോൾ അങ്ങനെ ആവുമെന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നതാണ്. പല പ്രായമുള്ള ആൾക്കാരും കിടന്നു മരിക്കുന്നത് കണ്ടവരാണ് അവർ. അപ്പോൾ അത് ശരിയാണോ? എന്താ ഡോക്ടേഴ്സ്, മെഡിക്കൽ മേഖലയിലുള്ള ആൾക്കാർ ഇതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേഴ്സുമാര് ഈ രോഗശൈലിയിൽ ഈ പറഞ്ഞ രക്ഷപ്പെടൂല, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം ഇങ്ങനെ സർവൈവ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു സ്ഥലങ്ങളിലേക്ക് നോക്കി അവര് ഇങ്ങനെ കണക്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. മരണം നേരത്തെ മുന്നിൽ കണ്ടിട്ട് 7 ദിവസം കഴിഞ്ഞ് ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഗ്രാൻഡ് മദർ മരിക്കുന്നതായിട്ട് പറയുന്നത്. അന്ന് എൻ്റെ ഫാദറിന് 10 വയസ്സുണ്ട്. അദ്ദേഹം കേട്ട് നിൽക്കുകയാണ് കാര്യങ്ങൾ. അത് അദ്ദേഹം മാത്രമല്ല, എൻ്റെ ഗ്രാൻഡ് ഫാദർ 84 വയസ്സിലാണ് മരിച്ചത്. 70-72 വയസ്സുള്ള സമയത്ത് മുതലേ ഞാനൊക്കെ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ തന്നെ ഞങ്ങളോട് ഈ കഥ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും കാണുകയാണ്, എൻ്റെ മരണം എടുത്തു, നാളെ എനിക്ക് ഉപ്പുരിശമ്മ തന്നെ, അതായത് അന്ത്യകൂദാശ തന്നെ, ഞാൻ പോവും എന്ന് പറയുകയാണ്. ആ അന്ത്യകൂദാശ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുരിശ് വരച്ച ആൾ കറക്റ്റ് പോവുകയും ചെയ്തു. ഈ സോളിന് എങ്ങനെ മനസ്സിലായി മരിക്കും എന്നുള്ളത്? ചില സോളുകൾക്ക് മരണം മനസ്സിലാവും, ഞാൻ മരിക്കുകയാണ്. അപ്പോൾ അന്ന് എന്തോ സ്റ്റൊമക് ക്യാൻസറോ മറ്റോ ആയിരിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ 1940s നടന്ന സംഭവമാണ് ഞാനീ പറയുന്നത്. അന്ന് ഇതൊന്നും പെട്ടെന്നൊന്നും അന്ന് തിരിച്ചറിയില്ലല്ലോ, കണ്ടുപിടിക്കാൻ പറ്റാത്ത സമയത്താണ്. അങ്ങനെയാണ് ആ സ്ത്രീ മരിച്ചത്. എൻ്റെ ഗ്രാൻഡ് മദർ 34 വയസ്സോ മറ്റോ ആണ് മരിക്കുമ്പോൾ. പക്ഷേ മരണം പ്രതിവചിച്ചിട്ടാണ് അവർ മരിച്ചത്. എങ്ങനെ സാധിച്ചു? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആ സോള് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു, കാരണം മരണം പ്രവചിച്ച് മരിക്കുക എന്ന് പറയുന്നത് സാധാരണ വിശുദ്ധിയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് പറ്റില്ല. അപ്പോൾ ഞാനെപ്പോഴും ആ സോളിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടോ, ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു? ഈ റഷ്യൻ ശാസ്ത്രജ്ഞന്മാരാണ് ഇതിൽ കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ളത്. ആഫ്റ്റർ ഡെത്തും ബിഫോർ ഡെത്തും നിയർ ടു ഡെത്തും, മരണത്തിന് അടുത്ത് വരെ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് കോവിഡ് കാലത്ത് ദുബായിൽ വെച്ചിട്ട് മാരകമായ കോവിഡ് വന്നിട്ട് നാട്ടിൽ വന്ന് കിടപ്പാണ് ഒരു ലേഡി. അവരിന്ന് എന്നോട് ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അവരെ ഹീൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരുടെ കസിൻ ബ്രദർ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഹീൽ ചെയ്ത സമയത്ത് ഇവർ പിറ്റേ ദിവസം തുടങ്ങി റിക്കവർ ആവാൻ തുടങ്ങി. അവരിന്നും പറയും, സാറേ ഐ ആം ഹൈലി ഇൻഡെപ്റ്റഡ് ടു യു, നിങ്ങളോട് വളരെ കടപ്പാടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം സിംപ്ലിഫൈഡ് കുണ്ടൽ യോഗയുടെ ക്ലാസ് നടക്കുമ്പോൾ അവർ എൻ്റെ കീഴിൽ പഠിക്കാൻ വന്നിരുന്നു. അന്ന് അവിടെ വെച്ചിട്ട് ആ ടെസ്റ്റിമോണിയിൽ അവർ പറഞ്ഞു. അവരിന്നും ജീവിച്ചിരിപ്പുണ്ട്. 2020 നടന്ന സംഭവമാണത്. അവർക്ക് കോവിഡ് വന്ന് മരണത്തോടടുത്ത് അവർ പറഞ്ഞു, മരണം ഞാൻ കണ്ട് തിരിച്ചു വന്നതാണ് സാറേ. അതുപോലെ തന്നെ വേറൊരു വ്യക്തി അബുദാബിയിലുള്ള ഒരു ക്രിസ്ത്യൻ ലേഡി, നേരത്തെ പറഞ്ഞൊരു ഹിന്ദി ലേഡിയാണ്, ഇതൊരു ക്രിസ്ത്യൻ ലേഡിയാണ്. അവർ മരണത്തെ കണ്ടു തിരിച്ചു വന്നതിന് ശേഷം അപ്പം കണ്ട കാഴ്ചകളെക്കുറിച്ച് ഞങ്ങളോട് ഷെയർ ചെയ്യണ്ടേ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും, ഓ പിന്നെ എന്ന് പറയും. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം മരണത്തിന് ശേഷം കുറച്ച് കാലമെങ്കിലും ഇവിടെ നിലനിൽക്കാനായിട്ട് സോളിന് സാധിക്കും.